ഹലോ കൂട്ടുകാരെ, എൻ്റെ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ. ഇന്ന് നമ്മൾ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് മാങ്ങയൊക്കെ ഇട്ട് നല്ല കിടുക്കാച്ചി മീൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കണേ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എല്ലാവരും എനിക്ക് കമൻ്റായിട്ട് നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും എല്ലാം എനിക്ക് അയച്ചു തരണം കേട്ടോ. അപ്പോൾ നമ്മൾ മീൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 1/2 കിലോ മീൻ എടുത്തിട്ടുണ്ട്. ഇത് നെയ്ക്കൂരിന്നാണ്ടാണ് ഈ മീനിനെ പറയണേ കേട്ടോ. അത് 1/2 കിലോ എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല പുളിപ്പുള്ള മാങ്ങ, ഉടയണ മാങ്ങ ആവരുത് കേട്ടോ. അപ്പോൾ മാങ്ങ നമ്മൾ ആദ്യം അരിഞ്ഞ് വെക്കുക. അതിൻ്റെ ഒപ്പം 2-3 പച്ചമുളക് നീളത്തിലരിയുക, ഇഞ്ചി, കറിവേപ്പില ഇത് നമ്മൾ ആദ്യം അതിലേക്ക് ഇടുക. അതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ അതിലിട്ട് ചേർക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇടാറില്ല, ഞാൻ ഇടാറില്ല കേട്ടോ. ഇത് പല രീതിയിൽ പലവരും വെക്കുന്നുണ്ട്. ഞാൻ മല്ലിപ്പൊടി യൂസ് ചെയ്യാറില്ല. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും വെളിച്ചെണ്ണയും കറിവേപ്പിലയും ഇടണം കേട്ടോ. ഒഴിച്ച് നന്നായി കൈകൊണ്ട് തന്നെ മിക്സ് ആക്കുക. നമ്മൾ കൈകൊണ്ട് തന്നെ മിക്സ് ആക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ്. അത് പറഞ്ഞ് നമ്മൾ ഒരുപാട് ഇളക്കി മീനിനെ ഉടയ്ക്കരുത് കേട്ടോ. എല്ലാം കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ഞാൻ 2 തേങ്ങയുടെ പാലാണ് ഇത് ഉപയോഗിക്കുന്നത്. 1-ാം പാൽ 2-ാം പാൽ അങ്ങനെയൊന്നുമില്ല, ഒരുമിച്ചാണ് ഞാനിത് ഒഴിക്കുന്നത് കേട്ടോ. അപ്പം തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് നമ്മൾ കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത്, നമ്മൾ മീൻ കറി വയ്ക്കുമ്പോൾ നല്ല വട്ടമുള്ള ഒരു പാത്രത്തിൽ വയ്ക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമുക്കത് ഇളക്കാനും ഒക്കെ എളുപ്പമുണ്ടാവും. അല്ലെങ്കിൽ മൺചട്ടി ആയാലും കുഴപ്പമില്ല. എൻ്റെ ഇത് ഇത്രയും വലിയ മൺചട്ടി ഇല്ലാത്തത് കാരണം കൊണ്ടാണ് ഞാൻ സ്റ്റീലിൻ്റെ പാത്രത്തിൽ. പക്ഷെ മൺചട്ടികൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ചൂടാവും. മൺചട്ടി ചൂടായി കഴിഞ്ഞാൽ അറിയാലോ, നല്ല ചൂടായിരിക്കും. അപ്പോൾ നമ്മൾ ഇളക്കി വെക്കണം. കാരണം മാങ്ങ തേങ്ങാപ്പാൽ ഒക്കെ ഒഴിക്കണ കാരണം കൊണ്ട് കറി പിരിയാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. അതേപോലെ തന്നെയാണ് നമ്മൾ ഇതിലും ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. മീൻ ഒന്ന് തിളച്ച് ഇതൊക്കെ നന്നായി മിക്സ് ചെയ്ത് മീൻ തിളച്ച് വരുമ്പോൾ നമ്മളിത് ഒന്ന് കയ്യിൽ വെച്ചിട്ട് പതുക്കെ ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് മീൻ കറി നല്ല അങ്ങനെ ഇപ്പം എന്താ പറയുക, പിരിയാതെയൊക്കെ കിട്ടുള്ളൂ. അതിപ്പോൾ നമുക്ക് അറിയാമല്ലോ. അപ്പോൾ നിങ്ങളത് അതുപോലെ ഒന്ന് ശ്രദ്ധിച്ച് ആക്കണം കേട്ടോ. അതിനിടയ്ക്ക് അപ്പുറത്ത് കൂടെ ഒരാൾ പോകുന്നുണ്ട്, പേടിക്കണ്ട. അത് ഇവിടുത്തെ ഉണ്ണിയേട്ടനാണ് കേട്ടോ. കോഴിക്കോട് അടയ്ക്കാൻ വേണ്ടി പോണതാണേ. അപ്പോൾ നമ്മളെല്ലാം സെറ്റാക്കി ഉപ്പും എല്ലാം നോക്കി വെച്ചിട്ടുണ്ട്. ഇനി മാങ്ങയ്ക്ക് പുളി കുറവാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കഷ്ണം പുളി ഇടാം. എനിക്ക് മാങ്ങയ്ക്ക് പുളി ഒത്തിരി കുറവായിട്ട് തോന്നി, കാരണം ഞാൻ ഒരു കഷ്ണം കുടപ്പുളി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉടഞ്ഞു പോണ മാങ്ങ യൂസ് ചെയ്യരുത്. അപ്പോൾ എന്തായാലും മീൻ ചാറ് വയ്ക്കില്ല. അപ്പോൾ കുറച്ച് മീൻ ഞങ്ങൾ അതിൽ നിന്ന് എടുത്ത് വറക്കാമെന്ന് കരുതി. അപ്പോൾ മീനിൽ മുളകും ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ തിരുമ്പി അതും വറക്കാൻ വെച്ചു കേട്ടോ. അപ്പോൾ വൈകുന്നേരം രാത്രിത്തെ ഫുഡാണ്. അപ്പോൾ രാത്രി പിന്നെ മീൻ കറിയൊക്കെ വെക്കും. തലേ ദിവസം വെച്ചിട്ട് നമ്മൾ പിറ്റേ ദിവസമൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിലോ സൂപ്പർ ടേസ്റ്റാണേ. അപ്പോൾ ഒന്നാമത്തെ നമ്മൾ ഈ കറി വെച്ച് കഴിഞ്ഞാൽ 2 ദിവസത്തേക്കൊക്കെ വെച്ച് കഴിഞ്ഞാൽ സൂപ്പറാണ് കേട്ടോ. അപ്പോൾ ഞാൻ മീൻ വറക്കാനുള്ളതും ഞാൻ സെറ്റാക്കി. അപ്പോൾ നമ്മുടെ കറി ഏകദേശം തിളച്ച് വരുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഞാൻ കഴുകാനുള്ള പാത്രങ്ങളൊപ്പം കഴുകി വെക്കുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ അത് അവിടെ അങ്ങനെ കൂടി കിടക്കും. അപ്പോൾ ഈ പണിയും ആ പണിയും എല്ലാം കൂടെ അങ്ങോട്ട് തീർന്നു കഴിഞ്ഞാൽ സമാധാനമായില്ലോ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, മീൻ അടുപ്പത്ത് വെച്ച് ആ കറി വരുമ്പോഴത്തേക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. കാരണം അറിയാലോ, തേങ്ങാപ്പാൽ പിരിയും, എന്തായാലും പിരിയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഒരേ സൈഡിലേക്ക് തന്നെ ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇടയ്ക്ക് നോക്കുന്നുണ്ട് വരുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ മീൻ നന്നായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഒരേ ഭാഗത്തേക്ക് ഇങ്ങനെ ഇളക്കി സൈഡിൽ കൂടെ തന്നെ ഇളക്കി, ഒരുപാട് ഇളക്കി മീനിനെ ഉടയ്ക്കരുത്. അപ്പോൾ ഇനിയിപ്പോൾ എൻ്റെ ഇത് പിരിഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ കുഴപ്പമില്ല, മീൻ ഇതൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ തിളയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ഒരു 10 മിനിറ്റ് ഇങ്ങനെ നന്നായി തിളയ്ക്കണേ. അപ്പോൾ തന്നെയാണ് നമുക്ക് പിന്നെയുള്ള സമയം പിരിയില്ല മീൻ കറി. അപ്പോൾ അത് ഞാൻ തൊട്ടടുത്ത് ഗ്യാസ് സ്റ്റവ് കത്തിച്ചിട്ട് ഇത് വെളിച്ചെണ്ണ കുപ്പിയിലാക്കി വെച്ചതിൻ്റെ ബാക്കിയുള്ളതാണ്. അപ്പോൾ അതിനകത്ത് ഒഴിച്ചിട്ട് മീൻ വറക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മീൻ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ആ കറി. അതിൻ്റെ ഇടയ്ക്ക് ഒന്നും കൂടെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2-3-4 പ്രാവശ്യം ഇളക്കി കൊടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഒരു 10 മിനിറ്റ് നന്നായി തിളയ്ക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് കുറച്ച് നേരം തിളക്കി നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് വന്ന സൂപ്പർ മീൻ കറിയാവും കേട്ടോ. അപ്പോൾ അതേ മീൻ നന്നായി തിളച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഇടയ്ക്ക് തുറന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കറിയൊന്നും അങ്ങനെ പിരിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മളത് വീണ്ടും ഇളക്കി കൊടുക്കുകയാണേ. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഉപ്പോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ഇതിൽ ഉപ്പൊക്കെ കറക്റ്റാണ്. ഇനി വേണമെങ്കിൽ ഇനി വറ്റുമല്ലോ കറി, അപ്പോൾ ഉപ്പൊക്കെ സെറ്റായിക്കോളും. അപ്പോൾ ഇത് ഞങ്ങൾ പാലക്കാട് അങ്ങനെ കറി വെക്കാറില്ല. അവിടെയൊക്കെ തേങ്ങ അരച്ചിട്ടുള്ള കറികളൊക്കെയാണ്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ പിന്നെ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ കറി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങളിത് 2 ദിവസത്തേക്കൊക്കെ ഞാൻ വെക്കാറുണ്ട് കേട്ടോ.
അപ്പോൾ അത് എണ്ണ ചൂടായിട്ടുണ്ട്, അതിൽ മീൻ പൊരിക്കാനും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊക്കെ എന്താണ് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഈ കറി വെച്ച് നോക്കാൻ എല്ലാവരും ഒന്ന് വെച്ച് നോക്കണം കേട്ടോ. സൂപ്പറാണ്, എളുപ്പമാണ് വെക്കാൻ വേണ്ടിയിട്ട്. നമുക്കൊരു വല്ല ഗസ്റ്റൊക്കെ വരുമ്പോൾ വീട്ടിൽ വെക്കാൻ പറ്റിയ കറിയാണ് കേട്ടോ. നമ്മൾ പല കറികളും വെക്കുമല്ലോ, അപ്പോൾ ഇതൊരു ഒന്ന് പരീക്ഷിച്ച് നോക്കണേ. അതെ, അപ്പോൾ മീൻ തിളച്ച് വറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ മീൻ കറി. അപ്പം അതിന് മാങ്ങയൊന്നും ഉടഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ, അത് കുറുകി വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ തീയൊക്കെ കുറച്ച് വെച്ചിട്ട് വീണ്ടും ഒരു 10 മിനിറ്റ് നന്നായി തിളപ്പിക്കണ്ട, അങ്ങനെ 10 മിനിറ്റ് നന്നായി അത് അടച്ച് വെച്ചിട്ട് തന്നെ തിളപ്പിക്കുക കേട്ടോ. അപ്പോൾ ഏകദേശം ഇനി പിരിയില്ല കറി, ഇനി നിങ്ങൾക്ക് ധൈര്യമായിട്ടിരിക്കാം. കറി അവിടെ സെറ്റായിട്ടുണ്ട്. അപ്പം നമ്മളൊരു ചെറിയ പാത്രത്തിൽ എണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഉലുവയും ചെറിയ ഉള്ളി വളരെ നൈസായി വട്ടത്തിൽ അരിഞ്ഞതും കൂടെ, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ വറുത്തിടുന്നത്. അപ്പോൾ നിങ്ങളും അങ്ങനെ വറുത്തിടാറുണ്ടോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ ഒരുവിധം മീൻ കറികൾക്കൊക്കെ ഞാനിങ്ങനെ വറുത്തിടാറുണ്ട്. പിന്നെ നമ്മൾ കോട്ടയം സ്റ്റൈൽ മീൻ കറി വെക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഉള്ളി ഇടാറില്ലല്ലോ, കടുകൊക്കെ പൊട്ടിച്ചിട്ടല്ലേ ഈ കോട്ടയം സ്റ്റൈൽ മീൻ കറിയൊക്കെ വയ്ക്കുക. അപ്പോൾ അതിന് മാത്രം അങ്ങനെ ചെയ്യും. ഇത് ഞാൻ എല്ലാ മീൻ കറിയും കാച്ചാറുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെങ്ങനെ ചെയ്യണമെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മുടെ എണ്ണ നന്നായി ചൂടായതിൻ്റെ ശേഷം ചെറിയ ഉള്ളി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല ബ്രൗൺ നിറമാകുമ്പോൾ മതി, കരിഞ്ഞ് പോകാതെ നോക്കണം കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞ ഉള്ളിയുടെ ടേസ്റ്റ് വരും. അപ്പോൾ നല്ലോണം ബ്രൗണിഷ് കളറാകുമ്പോൾ വളരെ കുറച്ച് മുളക് പൊടി, നമുക്കത് ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടിയിട്ട് നന്നായി അതിൻ്റെ പച്ചമണം മാറണ വരെ ഒന്ന് ഇളക്കുക കേട്ടോ. അപ്പം മീൻ വറുത്തത് ഓൾറെഡി ആയിട്ടുണ്ട്. അപ്പോൾ മീനിലേക്കുള്ള ഇതും സെറ്റായിട്ടുണ്ട്. ഇനി നമ്മളത് മീൻ കറിയുടെ മേലെ ഒഴിക്കുക. അപ്പോൾ ഇപ്പോൾ കറി ഒരുവിധം കുറുകിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നേരം അതിൽ ഇന്ന് വെച്ച് നാളെ എടുക്കുമ്പോഴേക്കാണ് മീൻ കറി സൂപ്പറാവുക. പിന്നെ മീൻ കറിയൊക്കെ നമ്മൾ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചതല്ലേ, ഇരുന്ന് കുറുകിക്കോളൂ കേട്ടോ. അപ്പോൾ ഇനി നിങ്ങൾക്ക് ആവശ്യാനുസരണം ഉപ്പും ഇതൊക്കെ ഇടാം. ഇപ്പോൾ നമുക്ക് ടേസ്റ്റൊക്കെ കറക്റ്റായിട്ട് നോക്കാം. നല്ല സൂപ്പർ കറിയാണ്, എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് കമൻറ്റ് അയക്കണേ. പിന്നെ എല്ലാ അപാകതകളും ഉണ്ട് കേട്ടോ, എല്ലാ അപാകതകളും പരിഹരിച്ച് പതുക്കെ കറക്റ്റാക്കി വരാൻ ശ്രമിക്കാം. അപ്പോൾ മീൻ വറുത്തത്, ഈ മീൻ നല്ല ടേസ്റ്റുള്ളൊരു മീനാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുന്നത് വരെ ടാറ്റ ബൈ ബൈ, സീ യു.